നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ഉണ്ട്. കാരണം നല്ല രസമുണ്ട് കാണാൻ. സംഗതി മുളകാണ്, മഞ്ഞ മുളക്. നമ്മൾ 5 തൈയാണ് വെച്ചിട്ടുള്ളത്. 5 ഗ്രോ ബാഗിൽ 24 സൈസ് ഗ്രോ ബാഗിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. വെറും 5 2 4 5 എന്താ രസം കാണാനൊക്കെ. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. കാരണം എല്ലാറ്റിലുണ്ട്. ഇതാണ് മുളക് ശരിക്കും. ഇതാണ് ശരിക്കും മുളക്. ഇതിങ്ങനെ പഴുക്കുമ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മൾ ഇപ്പോൾ ഏകദേശം വെച്ചിട്ടൊരു 2-2.5 മാസം ആ റേഞ്ച് ആയിട്ടുള്ളൂ. ഇത്ര ആയിട്ടുള്ളൂ. അടിപൊളിയായിട്ട് ഇപ്പം ഒന്ന് നമ്മളിത് വിളവെടുക്കും. അടിപൊളിയായിട്ട് ഉള്ളത് മുളകാണ്. ഇതിൽ വിറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. ഇങ്ങനെ ഇതിൻ്റെ ഒരു വൈലറ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഗ്രീന്, പക്ക ഗ്രീനല്ല, ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റികളുണ്ട്. അതൊക്കെ ഓരോരോ വീഡിയോയിൽ കാണിക്കാം. എന്താ രസം കാണാൻ. പിന്നെ ഇതിന് നമ്മൾ കീടനാശിനിയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. കീടനാശിനിയൊന്നും അടിച്ചിട്ടില്ല. പക്ക ജൈവമായിട്ട് കുമ്മായമാണ്. നമ്മൾ 20 ദിവസം കൂടുമ്പോൾ 1 ടീസ്പൂണ് കുമ്മായം ഓരോ ഗ്രോ ബാഗിലിടും. അത് തന്നെയാണ് ഇതിൻ്റെ ആരോഗ്യം ഞാൻ മെയിനായിട്ട് പറയും. പിന്നെ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ചാണകപ്പൊടി, ചകിരിത്തൊണ്ട് ചിപ്സ് ആക്കിയത്, കരിയിലകൾ, മറ്റു വേപ്പ് മണ്ണാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ എന്താ രസം. അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഇതുപോലെ നല്ല ആരോഗ്യമുള്ള മുളകുകൾ നമുക്ക് കിട്ടും. അടിപൊളിയായിട്ടുള്ള എന്താ രസം കാണാൻ. മുളക് മൂപ്പാകുമ്പോൾ അടിപൊളി. ഇതിൻ്റെ വൈലറ്റ് ഉണ്ട്, ഇതേ വലിപ്പമുള്ള. ഇതൊരു സ്റ്റേ കൊടുത്താണ് ഞാൻ. കാരണം മഴക്കാലമായതുകൊണ്ട് കാറ്റുണ്ടാകുമ്പോൾ ചിലപ്പം പണി കൂടായില്ല. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇല ചുരുളരുത്, അത് നമ്മൾ നോക്കണം. അടിയിൽ ഇത് കൊടുത്താൽ മതി, കുമ്മായം കൊടുത്താൽ മതി. കുമ്മായം മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ എപ്പോഴെങ്കിലും ഒരു വേപ്പ് മണ്ണാക്കും ചാണകപ്പൊടി ഇങ്ങനെ കനം കുറച്ചിട്ട്, ഓവർവളം കൊടുക്കരുത്, കനം കുറച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുമ്മായം കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിത്ത് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ കൊടുക്കേണ്ട ഓരോരോ മുളക്. ഇൻഷാ അല്ലാഹ് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്.